ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് ഈ വ്യക്തി എന്തൊക്കെ സത്യങ്ങളാണ് നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ വ്യക്തി ട്രൈങ് ടു കോണ്ടാക്ട് യു, നിങ്ങളായിട്ട് സംസാരിക്കാനൊക്കെ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പോണതിന് തൊട്ട് മുൻപായിട്ട് പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയാം. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കേട്ടോ വാട്സപ്പ് നമ്പർ കൊടുത്തിരിക്കുന്നത്. ചിലവർ ചോദിക്കാറുണ്ട് നമ്പർ കമൻറ്റ് ബോക്സിൽ ഇല്ലല്ലോ എന്ന്. കമൻറ്റ് ബോക്സിലല്ല, ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കൊടുക്കാറ് മിക്കപ്പോഴും. ഓക്കെ, സോ നമുക്ക് എന്താന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടേറിയ ഭയങ്കര ഒരു ഫൈറ്റിംഗ് എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ഫൈറ്റിംഗ് എനർജി എന്ന് പറയുന്നത് നിങ്ങളോടല്ല. ഓക്കെ, നിങ്ങളായിട്ട് തല്ലുപിടിക്കണം അല്ലെങ്കിൽ നിങ്ങളായിട്ട് വാക്ക് തർക്കത്തിന് നിൽക്കണം എന്നുള്ളതല്ല. നിങ്ങളോട് ഈ പേഴ്സൺ ഒന്നും തുറന്നു പറയുന്നില്ല. അതുപോലെ ഈ പേഴ്സന്റെ വേണ്ടപ്പെട്ട ആൾക്കാരോട് ഈ പേഴ്സൺ നിരന്തരമായിട്ട് തല്ലുപിടിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള, അതായത് ചുറ്റിനും നമ്മൾ പറയില്ല ഒരു സമാധാനമില്ലാത്ത അന്തരീക്ഷം. അതാണ് നമുക്കിവിടെ പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. സമൂഹത്തിന്റെ മുന്നിൽ വെച്ച് നോക്കുമ്പോൾ നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസ് കിടക്കുന്നുണ്ട്. അതായത് ഒരുപാട് എന്താ പറയാ, ഒരുപാടായിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ. അത് സാമ്പത്തികപരമായിട്ടാണോ, നമുക്കിവിടെ കൂടുതലും റിലീജിയസ് ഇഷ്യൂസ് ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് റിലീജിയസ് മാറ്റർ, ജാതി സംബന്ധമായിട്ടുള്ള, ഇപ്പോൾ മിശ്രിതമായിട്ടുള്ള ഇതായിരിക്കാം. ഹിന്ദു ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഇസ്ലാം, അങ്ങനെ ആ ഒരു ഇതിൽ നിൽക്കുന്ന, അതായത് നിങ്ങളുടെ ഫാമിലിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നിങ്ങളിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ അച്ഛൻ്റെ ഫാമിലിയിലായാലും അമ്മയുടെ ഫാമിലിയിലായാലും ഇതുവരേക്കും അങ്ങനെ വേറൊരു റിലീജിയനിൽ നിന്നും അല്ലെങ്കിൽ വേറൊരു കമ്മ്യൂണിറ്റിയിൽ നിന്നും ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടായിട്ടുണ്ടാവില്ലായിരിക്കാം, കല്യാണം ഉണ്ടായിട്ടുണ്ടാവില്ലായിരിക്കാം. സെയിം സിറ്റുവേഷൻ തന്നെയാണ് ഈ പേഴ്സന്റെ അവസ്ഥയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് എതിരഭിപ്രായങ്ങളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൺ ആദ്യമൊക്കെ ഈ പേഴ്സന്റെ വീട്ടുകാർ പറയുന്നത് കേട്ട് നിന്നു. ഒരുപക്ഷെ നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കാം. നിങ്ങളുടെ വീട്ടുകാരെന്താണോ പറഞ്ഞുകൊണ്ടിരുന്നത് അത് കേട്ടനുസരിച്ച് നിങ്ങൾ നിന്നു. ഈ പേഴ്സൺ അങ്ങനെ നിന്നു. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രണയബന്ധം വേണ്ട എന്ന് വെച്ചിട്ടുണ്ടാകാം, നിങ്ങളുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബിലീഫ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട്, വിശ്വാസങ്ങളുടെ അടിസ്ഥാനമാക്കിയിട്ട് നിങ്ങൾ രണ്ടുപേരും അത് വേണ്ട എന്ന് വെച്ച ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. പക്ഷെ വേണ്ട എന്ന് വെച്ചെങ്കിൽ പോലും ഇത് വീണ്ടും ഈ പേഴ്സന്റെ സാന്നിധ്യം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ് നമുക്കിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ തമ്മിൽ ഒരു മുജ്ജന്മ കണക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിട്ടൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ആത്മമിത്രത്തെ സൂചിപ്പിക്കുന്ന ഒരു കണക്ഷൻ അല്ലെങ്കിൽ വളരെയധികം പാസ്റ്റ് ലൈഫ് കണക്ഷൻ. പാസ്റ്റ് ലൈഫിലും നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ലവേഴ്സ് ആയിരിക്കാം, നിങ്ങൾ ഒരുമിച്ച് ജീവിച്ച ആൾക്കാരായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സണെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഫാമിലി ലൈഫാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ പേഴ്സന്റെ മനസ്സിലാണെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വെറുതെ ഒന്ന് കുറച്ച് നാളത്തേക്കൊന്ന് സ്നേഹിച്ചിട്ട് ജസ്റ്റ് ബ്രേക്കപ്പ് ചെയ്യുക അല്ലെങ്കിൽ ടൈം പാസിന് സ്നേഹിക്കുക എന്നുള്ള ചിന്തകളൊന്നുമല്ല ഈ പേഴ്സന്റെ മനസ്സിലേക്ക് നിങ്ങളെക്കുറിച്ച് വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ രണ്ടുപേരുടെയും ട്രൂ ഇന്റൻഷൻ എന്നൊക്കെ പറയുന്നത് നല്ലൊരു സമാധാനപരമായിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ഫാമിലി ലൈഫ് തന്നെയാണ്. അത് തന്നെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു മാനിഫെസ്റ്റേഷന്റെ പവറിലാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും പിരിഞ്ഞു പോകാൻ സാധിക്കാത്തത്. നിങ്ങൾക്ക് രണ്ടുപേരും സെപ്പറേറ്റഡ് ആകാനായിട്ട് പല രീതിയിലും നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടായിരിക്കണം, പക്ഷെ നിങ്ങൾക്കതിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. സോ തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ ശത്രുക്കളായിട്ട് നിൽക്കുന്നത് സമൂഹവും നിങ്ങളുടെ രണ്ടുപേരുടെയും വീട്ടുകാരും അതുപോലെ നിങ്ങളുടെ വിശ്വാസങ്ങളും തന്നെയാണ്. സോ തീർച്ചയായിട്ടും ആ ഒരു
ആ ഒരു കാര്യങ്ങള് ഈ പേഴ്സണെ വളരെ കാരണം ഇത്രയും കാലം ഈ പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഡ്രാമ കളിച്ചിട്ടായിരുന്നു. അതായത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പേഴ്സന്റെ സ്വന്തം കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് ഈ പേഴ്സൺ അഭിനയിച്ച് നടന്നു. നിങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്തത്. ബട്ട് മേ ബി ഇതിന്റെ ഇടയിൽ നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റഡ് ആയിട്ട് മേ ബി വേറെ കല്യാണത്തിന് ഒരുങ്ങിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു വ്യക്തിയുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടാകാം. ബട്ട് അതും മുടങ്ങിപ്പോയി എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് എന്തൊക്കെ സംഭവിച്ചാലും എത്ര സെപ്പറേഷൻ പീരീഡിലേക്ക് പോയാലും വീണ്ടും നിങ്ങൾ രണ്ടുപേരും തന്നെ ഒന്നിക്കുന്ന അവസ്ഥ, വീണ്ടും നിങ്ങൾ തന്നെ ഒന്നിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും സിംഗിൾ ആയിട്ടാണ് നിൽക്കുന്നത്. അതായത് ഈ പേഴ്സണും ഒറ്റയ്ക്കാണ്, നിങ്ങളും ഒറ്റയ്ക്കാണ്. പക്ഷെ ഈ പേഴ്സന്റെ എനർജി ഓരോ ദിവസവും കഴിയുന്തോറും കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ പേഴ്സൺ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്, ഒരുപാട് പേരായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് ലയൺ പവർ ആണ്. പക്ഷെ അമാവാസി ദിവസങ്ങളിലൊക്കെ ലോ എനർജിയാണ് കാണിക്കുന്നത്. അതായത് ഒരുപാട് മാനസിക വിഷമങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പേഴ്സൺ അനുഭവിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്കും അത് അനുഭവത്തിൽ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം ആ ഒരു സോൾ കോൺട്രാക്ട്, സോൾ കണക്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പേഴ്സണ് വിഷമം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും വിഷമം വരും. ഈ പേഴ്സണ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം തന്നെ അത് സ്വപ്നത്തിലൂടെയോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് അതിന്റെ ദർശനം കിട്ടും, ആ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. സോ ഈ പേഴ്സന്റെ ഇപ്പോഴായിരിക്കുന്ന സിറ്റുവേഷൻ നിങ്ങളുടെ അടുത്ത് മറച്ചു വെക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഒരു കാര്യവും തുറന്നു പറയുന്നില്ല. കാരണം വേറൊന്നും ആയിട്ടല്ല, നിങ്ങളും ടെൻഷൻ ആകണ്ട എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ചില സമയങ്ങളിൽ ഈ പേഴ്സന്റെ കൺട്രോൾ വിട്ടു പോകുന്നുണ്ട്. കാരണം എല്ലാ കാര്യവും തുറന്നു പറഞ്ഞ് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ വ്യക്തി നിൽക്കുന്നത്. എന്തുകൊണ്ടായാലും ഈ പേഴ്സന് ചില പിടിവാശിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്വന്തമായിട്ട് ഇഷ്ടങ്ങളുണ്ട്. അത് എന്തായാലും നിറവേറ്റിയെടുക്കണം എന്നുള്ള വാശിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. പക്ഷേ ഈ പേഴ്സന്റെ ആയാലും നിങ്ങളുടെ ആയാലും ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ സ്ട്രെസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്, വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള. കാരണം ഇപ്പൊ സമാധാനമായിട്ട് പോയിക്കൊണ്ടിരുന്ന വീടാണ് ഈ പേഴ്സന്റെ എങ്കിൽ ഇപ്പോൾ ഒട്ടും സമാധാനമില്ലാത്ത സാഹചര്യത്തിലാണ് എത്തി നിൽക്കുന്നത്. ചിലപ്പോൾ ഈ വ്യക്തിയുടെ വീട്ടിൽ പോലും ഇപ്പൊ താമസിക്കുന്നുണ്ടാവില്ലായിരിക്കാം. ചിലപ്പോൾ കൂട്ടുകാരുടെ വീട്ടിലോ അല്ലെങ്കിൽ ദൂരേക്ക് എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കാം ഈ പേഴ്സൺ ഒറ്റയ്ക്ക് ജീവിക്കുന്നത്. കാരണം വീട്ടിൽ പോലും ഈ പേഴ്സണ് സ്വസ്ഥമായിട്ട് ഒന്ന് സംസാരിക്കാനോ സ്വന്തം അഭിപ്രായങ്ങൾ തുറന്നു പറയാനോ മറ്റുള്ളവരുടെ സപ്പോർട്ട് പിടിച്ചു പറ്റാനോ അല്ലെങ്കിൽ ഈ പേഴ്സന്റെ മനസ്സ് എന്താണ് എന്നുള്ളത് മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു കാണിക്കാനോ ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ല. എങ്ങനെയൊക്കെ ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്ത് തുടങ്ങിയാലും അത് വളരെയധികം ഫൈറ്റിങ്ങിലാണ് അവസാനിക്കുന്നത്. സോ നിങ്ങളെ ഒന്ന് നേരിട്ട് കാണണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ അന്തരീക്ഷം ഈ പേഴ്സണെ നല്ല രീതിയിൽ സ്ട്രെസ് ആക്കുന്നുണ്ട്. പക്ഷേ ഈ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരിക്കലും ഒരു അബദ്ധമായി പോയി, തെറ്റായി പോയി, മണ്ടത്തരമായി പോയി എന്നുള്ളതൊന്നും ഈ പേഴ്സൺ ചിന്തിക്കുന്നില്ല. അതായത് ഈ പേഴ്സൺ എടുത്തിരിക്കുന്ന ഡിസിഷൻ കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ തന്നെയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് സന്തോഷം കൊണ്ടുവരും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു വിശ്വാസം തന്നെയാണ് നിങ്ങൾക്കുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ലവ് മെസ്സേജസ് നോക്കുകയാണെങ്കിലും നിങ്ങൾക്കിടയിൽ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആകുന്നുണ്ട്. കാരണം മാഗ്നറ്റിക് അട്രാക്ഷൻ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് നല്ല രീതിയിലുള്ള പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ എവിടെയൊക്കെ പോയാലും നിങ്ങൾ എത്രയൊക്കെ ഈ പേഴ്സണെ വേണ്ടാന്ന് വെച്ചാലും വീണ്ടും നിങ്ങൾ തന്നെ വന്ന് ചേരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു മാഗ്നറ്റിക് അട്രാക്ഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റൊമാൻറ്റിക് ഫീലിങ്സ് തന്നെയാണ്. കാരണം ഈ പേഴ്സന്റെ ആയാലും നിങ്ങളുടെ ആയാലും ജീവിതത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ട്രൂ ഫീലിംഗ് അല്ലെങ്കിൽ ട്രൂ ലവ് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് രണ്ടു പേർക്കും അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെയാണ്. നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും തന്നെയാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ സമാധാനപരമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള സ്നേഹം അനുഭവിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ വിശ്വാസം, അതും ഈ പേഴ്സണ് നിങ്ങളോടുണ്ട്. നിങ്ങൾക്കുമാണെങ്കിലും നല്ല വിശ്വാസം ഈ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും ഉണ്ട്. ഓക്കെ, അതുപോലെ നിങ്ങൾ മേ ബി
പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ടാകാം, അഫർമേഷൻസ് ചെയ്യുന്നുണ്ടാകാം, നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് കല്യാണം കഴിക്കുന്നതായിട്ടൊക്കെ മനസ്സിൽ സങ്കല്പിക്കുന്നുണ്ടാകാം, യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നുണ്ടാകാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു സോൾ പവർ വളരെയധികം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്, വളരെയധികം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ ഒരു ട്രൂ ബോണ്ടിങ് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വളരെയധികം റൊമാൻറ്റിക് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളുടെ പലതരത്തിലുള്ള സാഹചര്യങ്ങൾ കാരണം ഈ പേഴ്സണെ ഒന്ന് നേരിട്ട് കാണാനോ നിങ്ങൾക്ക് മര്യാദക്കൊന്ന് പ്രണയിക്കാനോ സമാധാനമായിട്ട് സംസാരിക്കാനോ ഒന്നും പറ്റിയിട്ടില്ലായിരിക്കാം. കാരണം സിറ്റുവേഷൻ വളരെ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ. സോ ആ ഒരു രീതിയൊക്കെ മാറി നിങ്ങളോട് യഥാർത്ഥ സ്നേഹം പ്രകടിപ്പിക്കണം എന്നുള്ള ചിന്തയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. നിങ്ങൾക്കും ഒരുപക്ഷെ ആഗ്രഹം ഉണ്ടാകാം ഈ പേഴ്സണായിട്ട് കുറച്ച് സമയം ചിലവഴിക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ലവ് മെസ്സേജസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. വളരെ ഒരു പോസിറ്റീവ് എനർജിയാണ്. സോ ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സോ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ പറയുന്നതായിരിക്കും. സോ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, കമൻറ്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.